ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് സൂപ്പർ ടേസ്റ്റി ഒരു ഇറച്ചിപ്പത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണ്. എല്ലാവരും വീഡിയോ കാണണേ, അവസാനം വരെ കണ്ടെങ്കിലോ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാള വഴറ്റണം. സവാള അടിപൊളിയായിട്ട് വഴന്ന് വന്നാൽ അതിന് ശേഷം പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത് മൂന്നും ചതച്ചിട്ട് ഇട്ട് കൊടുക്കണം. പേസ്റ്റ് ഇട്ട് കൊടുക്കണ്ട, ചതച്ചത് ഇട്ട് കൊടുക്കണം. എന്നാലും അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ നിൽക്കുള്ളൂ. അപ്പോൾ ചതച്ചിട്ട് കൊടുക്കുമ്പോൾ വേറൊരു ഫ്ലേവറാണ് കിട്ടുക, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഒരു തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 വലിയ സവാള, ഒരു തക്കാളി, അതും കൂടെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കുറച്ച് സ്പൈസസ് ചേർക്കാനുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി. ഞാൻ അധികം എരിവ് ഇടുന്നില്ല, അതുകൊണ്ടാണ് മുളക് പൊടി ചേർക്കാത്തത്. കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട്, അത് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ കുരുമുളക് പൊടി മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ മക്കളുള്ളതുകൊണ്ട് ഞാൻ അധികം എരിവ് ചേർക്കാറില്ല. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇടാം. അപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണമൊക്കെ പോയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇതിലൊരു സാധനം മിസ്സായിട്ടുണ്ട്, മല്ലിയില എനിക്ക് കിട്ടിയില്ല ഷോപ്പിൽ പോയപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ മല്ലിയിലയും കൂടെ ഇട്ടാണ് കൂടുതൽ ടേസ്റ്റി ആവും. അപ്പോൾ ഇത് നല്ലപോലെ ടേസ്റ്റ് വന്നിട്ടുണ്ട്. നമുക്കതിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ആ ഉപ്പ് കുറവുള്ള പോലെ തോന്നിയപ്പോൾ ഇതിന് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് ഇതിന് കുറച്ചും കൂടെ കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ഇതാക്കിയിട്ടുണ്ട്. പക്ഷെ അത് വീഡിയോ എടുത്തത് കിട്ടിയില്ല. പിന്നെ ഇതിൽ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് 2 ടീസ്പൂണേ ഇടുന്നുള്ളൂ കാശ്മീരി ചില്ലി പൗഡർ. അതും കൂടെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് ഇനി ഇതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇടുന്നത് ചിക്കനാണ്. നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ്. അത് ഒന്ന് ഞാൻ പിച്ചിയെടുത്തിട്ടുണ്ട്. അത് മിക്സിയിലിട്ട് അടിച്ചതല്ല, പിച്ചിയെടുത്തതാണ്. വേവിച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ വേവിച്ചാൽ നല്ലപോലെ പിച്ചെടുക്കാൻ കിട്ടുമല്ലോ. ഇതിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ഫില്ല് ചെയ്യാം കേട്ടോ. ഇതിൽ ചിലപ്പോൾ എഗ്ഗ് ഫില്ല് ചെയ്തിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ബീഫ്, അങ്ങനെ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. നമ്മളിഷ്ടമാണ് അതെന്താ ചെയ്യുന്നത്. ടേസ്റ്റ് ഓരോന്നിനും ഓരോ ഫ്ലേവറിൽ തന്നെ കിട്ടും. അപ്പോൾ ചിക്കൻ നമ്മളിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് എന്താ പറയുക, എല്ലാതും കൂടെ ജോയിൻ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കും. അടച്ച് വെച്ചാലോ അതിൻ്റെ നല്ല മണവും ഇതൊക്കെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടില്ല നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അടച്ച് വെക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ടെങ്കിലും കമൻറ്റിലും കൂടെ ചെയ്ത് നോക്കി ടേസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റിലും കൂടെ അറിയിക്കണേ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു പ്രോസസ്സും കൂടെ ചെയ്ത് വെക്കാം. നമുക്ക് ഒരു കപ്പ് മൈദ, അത് ഗോതമ്പായാലും കുഴപ്പമില്ല, മൈദ ആയാലും കുഴപ്പമില്ല. പക്ഷേ ടേസ്റ്റ് കൂടുതൽ മൈദക്ക് ആയിരിക്കും. വേറെ ആൾക്കാരും ചിലവർ മൈദ കഴിക്കാത്തവരുണ്ടാവും, അവർക്ക് ഗോതമ്പ് പൊടിയായാലും കുഴപ്പമില്ല. അതിലേക്ക് 1 കപ്പ് വെള്ളവും കുറച്ച് വെളിച്ചെണ്ണ, 1 കോഴിമുട്ട, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇതും കൂടെ ഇട്ട് ഒന്ന് മിക്സിയിലിട്ട് നല്ല പോലെ അടിക്കണം. അടിച്ചതിന് ശേഷം നമുക്ക് ഒരു ദോശമാവിൻ്റെ പരുവത്തിലാണ് ആക്കിയിട്ടുള്ള നല്ല നൈസ് ദോശ കിട്ടണം. അപ്പോൾ നമ്മളത് ചെയ്ത് വരുമ്പോഴേക്കും ഇവിടെ നമ്മളെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫില്ലിങ്ങാണ്, ഈ ഇറച്ചിപ്പത്തിരിയിലേക്കുള്ള ഫില്ലിങ്ങാണ്. അപ്പോൾ ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഈ മാവ് കൊണ്ട് എത്ര ദോശ ഉണ്ടാക്കാൻ കഴിയുന്നോ അത്രയും ദോശ നമുക്ക് ചുട്ടെടുക്കണം. അപ്പോൾ ഒരു കല്ല് വെച്ച് ഞാൻ നൈസ് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമേ തുള്ളി വെളിച്ചെണ്ണ ആക്കിയിട്ടുള്ളൂ. ഇനി അഥവാ ഒട്ടുണ്ടായെന്ന് കരുതിയിട്ട് ഒട്ടില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് തട്ടിച്ചിട്ടുണ്ട്. ഇനി പിന്നെ ഒന്നിലും ഞാൻ ഒഴിച്ചിട്ടില്ല. ഇതുപോലെ ഞാൻ 5 ദോശ ഞാൻ ചുട്ടെടുത്തു കേട്ടോ. 5 ദോശ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സ് ചെയ്യാം. ഒരു പാത്രത്തിലേക്ക് ഒരു 5 കോഴിമുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കണം. 5 കോഴിമുട്ടയും ഒരു 1/2 ഗ്ലാസ് പാല്, ആവശ്യത്തിനൊപ്പ്, കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഞാൻ വിസ്ക് കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ 3 ഒരു ഭാഗത്ത് വെക്കാം. ഈ കോഴിമുട്ടയും പിന്നെ നമ്മൾ ഇറച്ചിയുടെ ഫില്ലിങ്ങും ദോശ 5 ദോശയും ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മുഴുവൻ കൂടെ
ഒന്നിച്ച് ചെയ്യണം. അതിനാദ്യം ഒരു പാൻ എടുക്കുക. പാനിൽ നമുക്ക് ഈ ദോശ ഈ കോഴിമുട്ട ബാറ്ററിയിൽ മുക്കിയിട്ട് നമുക്ക് പാനിൽ ഓഫാക്കി വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇറച്ചിയുടെ ഫില്ലിങ് നമ്മൾ ചെയ്ത് വെച്ചില്ലേ, ആ ഫില്ലിങ് ഇതിലേക്ക് നല്ല എല്ലാ ഭാഗത്തും ഇട്ട് കൊടുക്കണം. നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കാനും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണം. എന്നെങ്കിലോ നമുക്ക് ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലും ടേസ്റ്റ് പോകും. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ഇത് ഉണ്ടാക്കിയിട്ട് എൻ്റെ ഹസ്ബൻഡും എല്ലാവരും പറഞ്ഞു നല്ല ടേസ്റ്റുള്ള വിഭവമാണ്. വളരെ ടേസ്റ്റുണ്ട്, നല്ല ടേസ്റ്റ്, നല്ല ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതുപോലെ ഞാൻ 5 ലെയറും ഞാൻ ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു ദോശ കോഴിമുട്ടയുടെ ബാറ്ററി നോക്കി വെക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഫില്ല് ചെയ്യും. പിന്നെയും ദോശ വെക്കും, പിന്നെ ഫില്ല് ചെയ്യും. അങ്ങനെ 5ാമത്തെ ദോശയും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ മുഴുവൻ നമ്മൾ ദോശ കഴിഞ്ഞ് ഇനി നമ്മൾ എന്ത് ചെയ്യണം, ബാക്കി വന്ന ആ കോഴിമുട്ട ബാറ്ററിയിൽ അതിന് മുകളിൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോഴും ഇത് മുഴുവനായിട്ട് കവർ ചെയ്ത് നിൽക്കുള്ളൂ. മുഴുവനായിട്ട് ഒഴിച്ചെടുത്ത് അടിയിൽക്കും മേലെ ഒക്കെ ഫില്ല് ചെയ്ത് നിൽക്കുന്ന ലെവലിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കത് 20 മിനിറ്റ് നമുക്ക് വേവിക്കാൻ വെക്കണം. ഗ്യാസിൽ എന്താ പറയുക, സ്മോളായിരിക്കണം സ്റ്റൗ വെക്കേണ്ടത്, ഏറ്റവും സ്ലോയിൽ. അത് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നമുക്ക് വേവിക്കണം. അപ്പോൾ അതാ എൻ്റെ 20 മിനിറ്റ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഒരു ദോശ തവയിലേക്ക് നമുക്കത് മാറ്റി കൊടുക്കാം. അത് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് പൊട്ടി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് മറിച്ചിടണം. അതായത് ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. നമ്മൾ റെഡിയായി. ഞാൻ എൻ്റെ എന്ത് ചെയ്യുമ്പോഴും ഈ ടൈമിലാണ് എൻ്റെ ഒന്ന് ഫ്ലോപ്പ് ആവാറ്. ഇതെന്തോ സക്സസ് ആയിട്ടുണ്ട്. നമ്മളെല്ലാം ശരിയായിട്ടുണ്ട്. ഇതാ നമ്മൾ പ്ലേറ്റിലേക്ക് മറിച്ചിട്ടിട്ടുണ്ട്. പ്ലേറ്റിൽ നിന്ന് ഇതാ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, വളരെ ടേസ്റ്റി വിഭവമാണ്. ഞാനത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ലെയറുകളും അതിൻ്റെ ഫില്ലിങ്ങൊക്കെ ഫുൾ ഫില്ലായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. ഇത് കഴിച്ചപ്പോൾ എന്താ പറയുക, ഭയങ്കര ടേസ്റ്റായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ചെയ്ത് തിന്നാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതാ ഫില്ലിങ് കണ്ടില്ലേ. ഇതുപോലത്തെ ടേസ്റ്റി വിഭവങ്ങൾ ഇനിയും നമ്മളുടെ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത റെസിപ്പിയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ ഗൈസ്. എല്ലാവർക്കും ശുഭദിനം.